نؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا أوصيكم أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد كرمنا بني آدم وحملناهم في البر والبحر ورزقناهم من الطيبات وفضلناهم على كثير ممن خلقنا تفضيلا അള്ളാഹുവിൻ്റെ അടിമകളായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യർ വിസ്മരിച്ചു കൊണ്ടിരിക്കുന്ന കടമകളെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിച്ചു വരുന്നത്. അതിൽ വസിയത്തിനെ സംബന്ധിച്ചും ബന്ധങ്ങളെ സംബന്ധിച്ചും ഇതര ബന്ധുക്കളോടുള്ള മര്യാദകളെ സംബന്ധിച്ചുമൊക്കെയാണ് പറഞ്ഞു വന്നത്. മനുഷ്യർ എന്ന നിലയിൽ നാം കാത്തു സൂക്ഷിക്കേണ്ടതും കരുതലോടുകൂടി വർത്തിക്കേണ്ടതുമായ ഒട്ടനവധി മേഖലകൾ മതം വിശദമായി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. മതം നോക്കി ആളുകളെ ഇഷ്ടപ്പെടുകയും വെറുക്കുകയും ചെയ്യുന്ന ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ മതപരമായ നമ്മളുടെ ഉത്തരവാദിത്വം കൂടിയാണ് മറ്റുള്ളവരെ ഉൾക്കൊള്ളുകയും അവരോടുള്ള നല്ല ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുക എന്നത്. മനുഷ്യരിൽ കാണുന്ന മതപരമായതും അല്ലാത്തതുമായിട്ടുള്ള വൈജാത്യങ്ങൾ, ഭാഷയിലും വർണ്ണത്തിലുമൊക്കെയുള്ള ഈ വൈജാത്യങ്ങൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് എന്ന് അള്ളാഹു നമ്മെ അറിയിക്കുന്നുണ്ട്. ഖുർആനിലെ 30-ാമത്തെ അധ്യായം സൂറ റൂമിലെ 22-ാമത്തെ വചനത്തിൽ അത് അള്ളാഹു വിശദീകരിക്കുന്നുമുണ്ട്. മനുഷ്യർ എന്ന നിലയിൽ നമ്മൾ ഇതര മനുഷ്യരോട്, പൊതുവായ മറ്റുള്ള ആളുകളോടും അയൽവക്കങ്ങളിൽ താമസിക്കുന്ന ആളുകളോടുമൊക്കെയുള്ള നമ്മുടെ മര്യാദകളെ സംബന്ധിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആമുഖമായി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കേൾപ്പിച്ച വചനം ഖുർആനിലെ 17-ാമത്തെ അധ്യായം സൂറ ഇസ്രായിലെ 70-ാമത്തെ സൂക്തം. ആ വചനത്തിലൂടെ അള്ളാഹു നമ്മളോട് പറയുന്നത്, വലക്കത് കറംനാ ബനി ആദം, തീർച്ചയായും നാം ആദമിൻ്റെ മക്കളെ, ആദം സന്തതികളെ ആദരിച്ചിരിക്കുന്നു. വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ, കരയിലും കടലിലും അവരെ നാം വാഹനങ്ങളിൽ കയറ്റുകയുണ്ടായി. വറസഖ്നാഹും മിനത് ത്വയ്യിബാത്ത്, ഏറ്റവും വിശിഷ്ടമായതിൽ നിന്ന് നാം അവർക്ക് ഉപജീവനം നൽകുകയും ചെയ്തിരിക്കുന്നു. വഫല്ലൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ദീല, നാം സൃഷ്ടിച്ച സൃഷ്ടികളിൽ വച്ച് മിക്കതിനേക്കാളും ഏറ്റവും നല്ല ശ്രേഷ്ഠത അവിടെ നാം നൽകുകയും ചെയ്തിരിക്കുന്നു. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, മനുഷ്യരെ അള്ളാഹു ആദരിച്ചു എന്നതാണ്.
രണ്ടാമതായി കരയിലും കടലിലുമൊക്കെ വാഹനങ്ങൾ ഉപയോഗിക്കാനുള്ള സൗകര്യം അവർക്ക് ചെയ്തു കൊടുത്തു എന്ന്. മൂന്നാമതായി പറഞ്ഞത് അവർക്ക് ഏറ്റവും സവിശേഷമായിട്ടുള്ള നല്ല ഭക്ഷണ വിഭവങ്ങൾ, ഉപജീവനം അവർക്ക് നൽകി. ഒപ്പം തന്നെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഉത്കൃഷ്ടരായി മനുഷ്യരെ അള്ളാഹു തിരഞ്ഞെടുത്തു എന്നതുമാണ്. അപ്പോൾ ഈ ഉത്കൃഷ്ടതയെ വിശദീകരിക്കുന്നിടത്ത് മനുഷ്യരുടെ സൃഷ്ടിപരമായ സവിശേഷതയെ പ്രത്യേകമായി ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. നമുക്ക് സുപരിചിതമായിട്ടുള്ള അധ്യായമാണ് 95-ാമത്തെ അധ്യായം സുദുത്തീൻ. അതിൽ 4-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത് ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, തീർച്ചയായും മനുഷ്യനെ നാം ഏറ്റവും ചൊവ്വായ ഘടനയോടുകൂടി സൃഷ്ടിച്ചിരിക്കുന്നു എന്നതാണ്. ഏറ്റവും ചൊവ്വായ ഘടന സൃഷ്ടിപ്പിലുള്ളത് മനുഷ്യനാണ് എന്ന് പറയുന്നു. ആ ആയത്തിനെ വ്യാഖ്യാനിച്ച മുഫസ്സിറുകൾ പറഞ്ഞത് ഹാദാ ഹുവൽ മുഖസ്സിമു അലൈഹി വഹുവ അന്നഹു തആല ഖലഖൽ ഇൻസാന ഫീ അഹ്സനി സൂറ വശക്കലും മുൻതസിബുൽ ഖാമ. മനുഷ്യരുടെ സൃഷ്ടിപ്പിൻ്റെ പ്രത്യേകത പറയാണ്. ഏറ്റവും നല്ല ചൊവ്വായ ഘടന, രൂപം അള്ളാഹു മനുഷ്യന് പ്രദാനം ചെയ്തു. അതേപോലെ തന്നെ ആ ഘടന എന്ന് പറയുന്നത് ശിരസ് ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ കഴിയുന്ന ജീവി മനുഷ്യ സൃഷ്ടികളിൽ മനുഷ്യനാണ് എന്നുള്ളതാണ്. അതിനേക്കാൾ വ്യത്യസ്തത എന്ന് പറയുന്നത് ഏതൊന്നിനെയും അടക്കി ഭരിക്കാനും അതേപോലെ തന്നെ നിയന്ത്രിക്കാനുമുള്ള വൈഭവം അത് മനുഷ്യൻ്റെ പ്രത്യേകതയാണ്. ഈ ഉത്കൃഷ്ടത അള്ളാഹു ഒന്നുകൂടി ബോധിപ്പിക്കുന്നത് ഒരിക്കലും തെറ്റ് ചെയ്യാത്ത മലക്കുകളോട് അള്ളാഹു മനുഷ്യന് സുജൂദ് ചെയ്യാൻ പറയുകയാണ്. അതിലൂടെ മാനവരാശിയെ തന്നെയല്ല മലക്കുകളുടെ സമൂഹത്തെ കൂടി ഈ മനുഷ്യൻ്റെ ഔന്നത്യം അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്, ബോധിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാത്തിനേക്കാളും ഏറ്റവും മികച്ചതായ ഒന്നായി ഓരോ മനുഷ്യനെയും അള്ളാഹു ആദരിച്ചു എന്നതാണ്. എന്തിൻ്റെ പേരിലാണ് ഈ ആദരവ് ഉണ്ടായിട്ടുള്ളത്? അത് ഏതെങ്കിലും രാജ്യത്തെ ആളുകൾക്ക് മാത്രമായതാണോ? അതല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിൽ ഉൾപ്പെട്ടു എന്നതാണോ? അതല്ലെങ്കിൽ ജോലിയുടെയോ തറവാടിൻ്റെയോ വർണ്ണത്തിൻ്റെയോ സൗന്ദര്യത്തിൻ്റെയോ ഭാഷയുടെയോ പേരിലാണോ? ഇതൊന്നുമല്ല എന്നാണ് പറയുന്നത്. കേവലം മനുഷ്യനായി ജനിച്ചു എന്നതിൻ്റെ പേരിൽ തന്നെ എല്ലാവരോടും ഈ ആദരവ് അള്ളാഹു നൽകുന്നു. അപ്പോൾ അള്ളാഹ് ആദരിച്ച ഒന്നിനെ അനാദരിക്കാൻ വിശ്വാസികൾക്ക് പാടില്ല. അത് നിർബന്ധമുള്ള കാര്യമാണ്. കാരണം പടച്ചവൻ ആദരിച്ചിരിക്കുന്നു. അതുകൊണ്ട് അതിനെ അനാദരിക്കാനുള്ള യാതൊരു വകുപ്പും മനുഷ്യർക്കില്ല. രണ്ടാമത് ഈ ആദരവ് തുടർന്നു കൊണ്ടിരിക്കുക എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജൂതൻ്റെ മയ്യത്ത് കണ്ടപ്പോൾ എഴുന്നേറ്റ് എന്ന് നമ്മൾ പറയാറുണ്ട്. അത് ഈ ആദരവിൻ്റെ തന്നെ മറ്റൊരു ഭാഗമാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതായി പറയാണ്, ഇദാ റഅയ്തുമുൽ ജനാസ ഫഖൂമു ഹത്താ തുഖല്ലിഫക്കും. ആ ജനാസ നിങ്ങളിൽ നിന്ന് പോകുന്നത് വരെ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കണമെന്നത്. അത് ഏതു മതക്കാരനെന്നില്ല, മനുഷ്യർ എന്ന നിലയിൽ എല്ലാവരോടും നമ്മൾ കാണിച്ചു പുലർത്തേണ്ടുന്ന, വകവച്ചു കൊടുക്കേണ്ടുന്ന അവരോടുള്ള നമ്മുടെ മര്യാദയായി, കടമയായി മതം പഠിപ്പിക്കുന്ന കാര്യമാണ്. അത് കേവലം മയ്യത്ത് കാണുമ്പോൾ എഴുന്നേറ്റിക്കൽ മാത്രമല്ല, ജീവിത കാലഘട്ടത്തിലും ഈ മര്യാദകൾ കുറേ കൂടി നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. 4 കാര്യങ്ങൾ ജാഹിലിയത്തിൽപ്പെട്ടതാണ് എന്ന് പറയുന്ന ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസുണ്ട്. നമുക്ക് നീതി ലഭിക്കുമ്പോൾ ആ നീതി നമുക്ക് ലഭിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവർക്കും നീതി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. എങ്കിൽ എല്ലാ മനുഷ്യരെയും തുല്യരായി കാണാൻ നമുക്ക് സാധിക്കണം. പ്രവാചകനിൽ ഉദ്ധരിക്കുന്ന ഹദീസ് നോക്കൂ നിങ്ങൾ. അർബഅൻ ഫീ ഉമ്മത്തി മിൻ അഹ്ലിൽ അംറിൽ ജാഹിലിയ ലാ യത്രുകൂനഹുന്ന. ജാഹിലിയ കാലഘട്ടത്തിൽ അവർ ഉപേക്ഷിക്കാതിരുന്ന 4 കാര്യങ്ങളുണ്ട്. അൽ ഫഖ്റ ഫിൽ അഹ്സാബ്, ദുരഭിമാനത്തിൻ്റെ കണക്കുകൾ. എൻ്റെ കുടുംബം, എൻ്റെ തറവാട്, ഞാനുമായി ബന്ധപ്പെട്ട എൻ്റെ ബന്ധങ്ങൾ, അങ്ങനെ ഞാൻ എന്നുള്ള ആ സ്വാർത്ഥതയുടെ പേരിൽ മറ്റുള്ളവരോടുള്ള കണക്ക് തീർക്കൽ, ഇതൊക്കെ
ദുരഭിമാനമായിട്ട് പറയാണ്. ഇന്ന് നമ്മൾ ഉത്തരേന്ത്യയിലും ഇന്ത്യയുടെ തന്നെ പല ഭാഗങ്ങളിൽ നമ്മൾ ദുരഭിമാന കൊലകൾ നടക്കാറുണ്ട്. നമ്മുടെ കുട്ടി ആരുടെയെങ്കിലും കൂടെ പോയാൽ അല്ലെങ്കിൽ മറ്റാരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിപ്പോയാൽ അതിൻ്റെയൊക്കെ കണക്ക് തീർക്കൽ വകവരുത്തിക്കൊണ്ടാണ്. അങ്ങനെ പോകാനുണ്ടാകുന്ന സാഹചര്യങ്ങളെ പഠിക്കുകയോ ആ സാഹചര്യങ്ങൾ ഇല്ലാതാക്കുകയോ ചെയ്യുന്നതിന് പകരം തികച്ചും വൈകാരികമായി നമ്മൾ ഇടപെടുകയാണ്. ജാഹിലിയത്തിൽപ്പെട്ടതാണ് എന്ന് പറയാം അത്തരം കണക്ക് നോക്കലുകൾ. ഫഹ്റ് കൊണ്ട്, ദുരഭിമാനം കൊണ്ട് നിങ്ങൾ തീർക്കുന്ന അത്തരം ഇടപെടലുകൾ ജാഹിലിയത്തിൽപ്പെട്ടതാണ്. വത്തഅന ഫിൽ അൻസാബ്, അതേപോലെ തന്നെ തറവാടിത്വത്തിൻ്റെ പേരിൽ മറ്റുള്ളവരെ ആക്ഷേപിക്കുക. നമ്മിൽ തന്നെ കുറേ ആളുകൾ വളരെ ഔന്നത്യത്തിലുള്ളവരാണ് എന്ന് നമ്മൾ സ്വയം ധരിക്കുക. അതല്ലെങ്കിൽ കാലം ഇങ്ങനെ പിന്നിട്ട് പോകുമ്പോൾ സമൂഹം കൽപ്പിച്ചു കൊടുക്കുക, മാമൂലകളായി അതല്ലെങ്കിൽ നാട്ടുനടപ്പായിട്ടൊക്കെ ഇന്നൊരൊക്കെ വലിയ വലിയ ആളുകളാണ് എന്ന് സമൂഹം കൽപ്പിച്ചു കൊടുക്കുക. അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ഈ ജാഹിലിയത്തിൻ്റെ ഈ അടയാളങ്ങളൊക്കെ തന്നെയും ഞാൻ എൻ്റെ കാൽ ചുവട്ടിലിട്ട് ചവിട്ടി അരച്ചിരിക്കുന്നു എന്ന് മനുഷ്യർ രണ്ട് വിഭാഗമേ ഉള്ളൂ എന്ന് പറയുന്ന പ്രവാചകനിൽ ഉദ്ധരിക്കുന്ന, ബൈഹഖി ഉദ്ധരിക്കുന്ന ഹദീസുണ്ട്. അതിൻ്റെ ആശയം ഇങ്ങനെയാണ്: മനുഷ്യർ രണ്ട് വിഭാഗം ആളുകൾ മാത്രം. ഒന്ന് ഷഖീയായിട്ടുള്ളവൻ, ഒന്ന് സഈദായിട്ടുള്ളവൻ. എന്താണ് സൗഭാഗ്യവാനും ദൗർഭാഗ്യവാനുമായ മനുഷ്യർ? അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വർഗാവകാശിയായ മനുഷ്യനും നരകാവകാശിയായ മനുഷ്യനും. ഈ രണ്ട് വിഭാഗമല്ലാതെ മറ്റേതെങ്കിലും തറവാടിൻ്റെയോ കുടുംബത്തിൻ്റെയോ പേരിൽ ഒരാളെ ആക്ഷേപിക്കുന്നുവെങ്കിൽ ആ ആക്ഷേപം പച്ചയായ ജാഹിലിയത്താണ്. നിങ്ങൾ എന്ത് ഇസ്ലാമാണെന്ന് പറഞ്ഞും അതല്ലെങ്കിൽ ഏതൊരു ഭാഗമാണ് നിങ്ങൾ നിവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഉദ്യോഗമോ ജോലിയോ സാമൂഹികമായ ഉത്തരവാദിത്തമാണെങ്കിൽ പോലും അതൊന്നും പരിഗണിക്കപ്പെടില്ല. കൃത്യമായ ജാഹിലിയത്താണത്. അങ്ങനെ കുടുംബത്തിൻ്റെ പേരിലുള്ളൊരു മേൽക്കോയ്മ. മൂന്നാമത് പ്രവാചകൻ പറഞ്ഞത് ഇസ്തിഖാഉ ബിൻ നുജൂം, മഴ കിട്ടാതായി കഴിയുമ്പോൾ നക്ഷത്രങ്ങളെ പ്രാപിക്കുക. ഇന്ന നക്ഷത്രം കൊണ്ടാണ് മഴ ലഭിച്ചതെന്നും ഇന്ന ഞാറ്റുവേല ആയതുകൊണ്ടാണ് കിട്ടാത്തത് എന്നൊക്കെയുള്ള ആ വിശ്വാസം പച്ചയായ ജാഹിലിയത്താണ്. നാലാമത് പ്രവാചകൻ പറഞ്ഞത് വന്നിയാഹ, മരണത്തിന് ശേഷമുള്ള വിലാപ പ്രകടനങ്ങൾ, വേണ്ടപ്പെട്ടവർ മരിക്കുമ്പോൾ കാണിക്കുന്ന ഇത്തരം കാര്യങ്ങളൊക്കെയും തീർച്ചയായും പച്ചയായ ജാഹിലിയത്ത് തന്നെയാണ് എന്ന് പറയാം. ഇതിൽ ഈ തറവാടുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെയും ഇപ്പോഴും ചില മുസ്ലിം പോക്കറ്റുകളിൽ നിലനിന്നു വരുന്നു എന്നുള്ളത് ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ്. അവർക്ക് പ്രത്യേകമായ റിസർവ് ചെയ്ത സ്ഥലങ്ങൾ, അവരെ പ്രത്യേകം പരിഗണിക്കൽ, അതൊക്കെയും നമ്മൾ സ്വീകരിക്കുക. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിക ചരിത്രത്തിൽ ഇസ്ലാമിൻ്റെ കർത്തമുത്ത് എന്ന് പറയുന്നത് ആരെയാണ്? ബിലാൽ ബിൻ റബാഹ് എന്ന മനുഷ്യനെയാണ്. കറുത്ത കാപ്പിരിയായ മനുഷ്യൻ. അള്ളാഹുവിൻ്റെ റസൂൽ മക്ക ജയിച്ചടക്കിയപ്പോൾ നമ്മൾ വലിയ വായിൽ നമ്മളിങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കും, കഅബയുടെ മുകളിൽ കയറി എന്ന് ബാങ്ക് വിളിക്കാൻ പ്രവാചകൻ തിരഞ്ഞെടുത്തത് ഈ ബിലാലിനെയാണ് എന്നൊക്കെ. ഇസ്ലാമിൻ്റെ ആ സമത്വവും സാഹോദര്യവുമൊക്കെ നമ്മൾ ഉദ്ഘോഷിക്കും. പക്ഷേ ജീവിത യാഥാർത്ഥ്യങ്ങൾ വരുമ്പോൾ പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളും മറ്റു കുടുംബങ്ങളുമൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ക്ലാഷുകൾ വരുമ്പോൾ അവിടെ നമ്മളറിയാതെ തന്നെ നമ്മളുടെ ഈ ദുരഭിമാനം ഉടലെടുക്കുകയാണ്. എങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ജാഹിലിയത്തിൻ്റെ അംശങ്ങൾ നമ്മിൽ എപ്പോഴും ഉണ്ട് എന്നുള്ളത്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ ആദ്യകാലഘട്ടത്തിലെ കുബേരനായ സമ്പന്നനായ മനുഷ്യൻ, ചരിത്രം പറയുന്നത് അയാളൊരു കല്ലെടുത്ത് പൊക്കിയാൽ അതിനടിയിലും അദ്ദേഹത്തിന് സ്വർണ്ണനിധികൾ ഉണ്ടാകുമെന്നതാണ്. അത്രയും ബർക്കത്തുള്ള മനുഷ്യൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ബിലാലിനെ ആ അബ്ദുറഹ്മാൻ ബിൻ ഔഫിൻ്റെ സഹോദരിയെ കൊണ്ടാണ് വിവാഹം ചെയ്യിപ്പിച്ചത്. അപ്പോൾ വിവാഹങ്ങളിലും മറ്റ് വ്യവഹാരങ്ങളിലും ഈ തറവാടിൻ്റെ മേൽക്കോയ്മകൾ ഇസ്ലാം ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല എന്നത് തന്നെയാണ്. മനുഷ്യനെന്ന നിലയിൽ എല്ലാവരെയും ഒന്നായി കാണാൻ സാധിക്കണം. ഒരു മരണ വീട്ടിലുണ്ടായ ഒരു അനുഭവം, ഒരു വലിയ തറവാട്ടിലെ ഒരാൾ മരിച്ചു പോകണം. ആ വീടിനോട് തൊട്ട് ചേർന്ന് കിടക്കുന്നതൊക്കെ
തറവാടിൽ അവരുടെ കണക്കിൽ വലിയ കഴിവില്ലാത്തവരും അല്ലെങ്കിൽ ചില സ്ഥാനം കുറഞ്ഞവരും എന്ന് ധരിച്ച ആളുകളാണ്. സ്വാഭാവികമായി എല്ലാവരും മുസ്ലിങ്ങളാണ്. അപ്പോൾ ഈ മരിച്ച വീട്ടിലേക്ക് വരുന്ന ബന്ധുക്കൾക്ക് വേണ്ട ഭക്ഷണങ്ങളൊക്കെ ആ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കണം. അതാണ് ഇസ്ലാമിക മര്യാദ. അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷെ അവിടെ കൂടിയ തറവാട്ടുകാരായ ഈ മയ്യത്തുമായി ബന്ധപ്പെട്ട കുടുംബക്കാർക്കൊരു കുറച്ചിൽ തോന്നി. ഇന്നോടത്തുനിന്ന് ഭക്ഷണം കൊണ്ട് നമ്മൾ കഴിക്കുക, അത് നമ്മുടെ തറവാടിന് അല്ലല്ലോ എന്ന്. ഇതിങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കല്ല, ആ ജാഹിലിയത്ത് തുറന്നു പറയുകയും കൂടി ചെയ്യണം. എന്നാലോചിച്ച് നോക്കൂ. അതൊക്കെ നമ്മൾ മറവ് ചെയ്യേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. മയ്യത്തിനേക്കാൾ മുമ്പ് മറവ് ചെയ്യേണ്ടത് അത്തരം സമീപനങ്ങളാണ്. ഇസ്ലാം അതിനൊരിക്കലും വച്ചു പുറപ്പിക്കുന്നില്ല എന്നതാണ്. നോക്കൂ, നിങ്ങൾ പൊതുവായി നിങ്ങൾ ചെയ്യേണ്ട മര്യാദകൾ പറയുന്നിടത്ത് അള്ളാഹുവിൻ്റെ റസൂല് പറയാം, നിങ്ങളുടെ സമീപത്ത് താമസിക്കുന്ന, നിങ്ങൾ പരസ്പരം എന്നും കാണുന്ന ആളുകൾ, അവരൊക്കെയുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധങ്ങൾ പറയാം. ഇൻ മരിയല്ല ആദത്തു, അയാൾ രോഗിയാണ് എന്നറിഞ്ഞാൽ ആ രോഗത്തെ നിങ്ങൾ സന്ദർശിക്കണം. രോഗിയെ നിങ്ങൾ സന്ദർശിക്കണം. അതൊരു മര്യാദയാണ്, ഒരു കടമയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എത്രയോ ഹദീസുകൾ നമ്മൾ ആവർത്തിച്ച് ഉദ്ധരിച്ചിട്ടുണ്ട്. ഞാൻ രോഗിയായിരുന്നു, നീ എന്നെ വന്ന് കണ്ടില്ല എന്ന് പറയുന്നിടത്ത് അള്ളാഹു പറഞ്ഞതായിട്ടാണ് പ്രവാചകൻ പറയുന്നത്. അള്ളാഹുവിനെ എങ്ങനെയാണ് സന്ദർശിക്കുക എന്ന് ഈ അടിമ ചോദിക്കുന്നുണ്ട്. അതിന് അള്ളാഹു പറയുന്ന മറുപടി, എൻ്റെ ഇന്നദാസനെ നീ സന്ദർശിച്ചിരുന്നുവെങ്കിൽ നിനക്ക് എന്നെ കാണാമായിരുന്നു എന്നത്. അപ്പോൾ വലിയ പ്രാധാന്യമുണ്ട് ആ കാര്യത്തിൽ. കല്യാണ വീട്ടിലേക്ക് പോകുമ്പോഴുള്ള ആ ഒരു താല്പര്യവും ഉത്സാഹവും രോഗിയായി എന്നറിഞ്ഞപ്പോൾ സന്ദർശിക്കുന്നിടത്ത് കാണുന്നില്ല എങ്കിൽ ഈ മര്യാദ നമ്മൾ പഠിക്കാത്തത് കൊണ്ടാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. വൈൻ മാത്ത ശയ്യഅത്തഹു, ആര് മരിച്ചാലും, ആ സമൂഹത്തിലെ ആര് മരിച്ചാലും ജനാസയെ സന്ദർശിക്കുകയും അനുഗമിക്കുകയും ചെയ്യുക, അതൊരു ബാധ്യതയായിപ്പെട്ടതാണ്. വൈനിസ്തക്കരിൽക്ക അക്രൽത്തു, സമൂഹത്തിലെ പ്രയാസപ്പെടുന്ന ആളുകൾ നിങ്ങളോടൊരു സഹായം ചോദിക്കുകയാണ് എങ്കിൽ, കടമായി ചോദിക്കുകയാണ് എങ്കിൽ, ആ കടം നിങ്ങൾ കൊടുക്കുക നിങ്ങൾക്ക് കഴിയുമെങ്കിൽ. വൈൻ അഴുവദ സതൗത്തുഹു, അതേപോലെ തന്നെ അഭയം തേടി വരികയാണ് എങ്കിൽ, ആരെങ്കിലും ആക്രമിക്കാനോ മറ്റേതെങ്കിലും പ്രയാസത്തിലോ നിങ്ങളെ സമീപിക്കുകയാണ് എങ്കിൽ ആ മനുഷ്യന് നിങ്ങൾ അഭയം നൽകണമെന്ന്. ഈ 4 കാര്യങ്ങൾ വിശ്വാസി സമൂഹം ഇതര ആളുകളുമായി വച്ചു പുലർത്തേണ്ടതാണ്. അത് വിശ്വാസികളോട് മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്. ആ രീതിയിൽ ആ കടമകൾ കാത്തു സൂക്ഷിക്കാൻ സാധിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഒരു സമൂഹം നിർഭയമാകുന്നത്? ആലോചിക്കേണ്ട കാര്യമാണ്. നമ്മളൊക്കെ നിർഭയരായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ മറ്റു മനുഷ്യരോടുള്ള നമ്മുടെ ബന്ധം ഏറ്റവും ഊഷ്മളമായി തീരേണ്ടതുണ്ട്. ഒരപകടം സംഭവിക്കും. നോക്കൂ നിങ്ങൾ, ആ അപകടം സംഭവിക്കുമ്പോൾ ഓടിക്കൂടുന്ന മനുഷ്യരിൽ പല വിചാരവും പല ടേസ്റ്റുമുള്ള ആളുകളുണ്ടാകും. ചില ആളുകൾ തങ്ങൾക്ക് തന്നെയും വലിയ അപകടമാകുന്ന വിധത്തിൽ വളരെ സമർപ്പണ ബുദ്ധിയോടുകൂടി ഇടപെടാറുണ്ട്. ആ അപകടമൊക്കെ തീർന്നു കഴിയുമ്പോൾ അപകടത്തിൽ പരിക്ക് പറ്റിയ ആളേക്കാൾ കൂടുതലായി പരിക്ക് സഹായിച്ച ആളുകൾക്കുണ്ടാവാറുണ്ട്. നമ്മളുടെ പ്രളയവും അതേപോലെ തന്നെ ഉരുൾപൊട്ടലും പകർച്ചവ്യാധിയിലുമൊക്കെ അത്തരം നല്ല മനുഷ്യന്മാരെ ഒരുപാട് അനുഭവിക്കാനും അവരെ കൃത്യമായി മനസ്സിലാക്കാനുമൊക്കെ സമീപത്ത് താമസിക്കുന്ന ആളുകൾക്ക് കഴിഞ്ഞിട്ടുള്ളതുണ്ട്. നമ്മളിപ്പോൾ കേൾക്കുന്നത് കശ്മീരിലെ പഹൽഗാമിലുണ്ടായിട്ടുള്ള തീവ്രവാദി ആക്രമണമാണ്. അതിൻ്റെ പിന്നാമ്പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, പക്ഷെ തൻ്റെ മുന്നിൽ തൻ്റെ തന്നെ കസ്റ്റമറായിട്ടുള്ള ആളുകൾ ആക്രമിക്കപ്പെടുമ്പോൾ അവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിച്ച ആദിൽ ഹുസൈൻ ഷാ എന്ന് പറയുന്ന വീരമൃത്യു വരിച്ചൊരു മുസൽമാനെ നമുക്കൊരിക്കലും മറക്കാൻ സാധ്യമല്ല. ഇസ്ലാം എന്താണോ പഠിപ്പിക്കുന്നത് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു അവതരണം കൂടിയാണ് സ്വന്തം ജീവിതം കൊണ്ട് അദ്ദേഹം ചെയ്യുന്നത്. അത്തരം മാതൃകകൾ ഇതര സമൂഹവുമായിട്ടുള്ള നമ്മളുടെ ഊഷ്മളമായ ബന്ധത്തെയാണ് കാണിക്കുന്നത്. ഓരോ സമൂഹത്തിലേക്കും അല്ലെങ്കിൽ ഇതര മനുഷ്യരോടുള്ള നമ്മുടെ കരുതലാണ് നമ്മുടെ നിർഭയത്വം എന്ന് പറയുന്നത്. അങ്ങനെ ആകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇമാം അഹ്മദും ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അല്ലാഹുവിൻ്റെ റസൂല് പറയാം, വല്ലാഹി ലാ യുഅ്മിൻ,
ഒരു വട്ടമല്ല, 3 പ്രാവശ്യം എൻ്റെ റസൂൽ അത് പറയുന്നുണ്ട്. നിങ്ങൾ ഒരിക്കലും വിശ്വാസിയാവില്ല, പടച്ചവനാണ് വിശ്വാസിയാവില്ല, അള്ളാഹു തന്നെയാണ് വിശ്വാസിയാവില്ല. ഇത് പറഞ്ഞപ്പോൾ റസൂലിനോട് സ്വഹാബിമാർ ചോദിച്ചു, ഖീലമൻ യാ റസൂലല്ലാഹ്, ആരെ സംബന്ധിച്ചാണ് പ്രവാചകരെ അങ്ങിത് പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്, അല്ലദീ ലാ യഅ്മനു ജാറുഹു ബവാഇഖഹു, ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചാണോ തൻ്റെ അയൽവാസി നിർഭയനല്ലാതിരിക്കുന്നത്, ആ നിർഭയനല്ലാതിരിക്കുന്ന മുസ്ലിം ഒരിക്കലും വിശ്വാസിയാവില്ല എന്ന്. എൻ്റെ അയൽവാസി എന്നെ സംബന്ധിച്ച് നിർഭയനായിരിക്കേണ്ടതുണ്ട്. എന്താണ് ഈ ബവാഹിക്ക എന്ന് പറഞ്ഞത്? ഇമാം അഹമ്മദ് ഉദ്ധരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഷർറുഹു, ആ മനുഷ്യൻ്റെ ഉപദ്രവം. നമ്മളുടെ ഉപദ്രവത്തെ നമ്മുടെ അയൽക്കാരൻ ഭയക്കുന്നുണ്ട് എങ്കിൽ ആ ഭയപ്പാടുള്ള കാലത്തോളം നമ്മൾ വിശ്വാസിയാവില്ലെന്ന് പറയുന്നത്. എത്ര ഭയങ്കര ഒരു ബന്ധത്തെയാണ് ഈ പറയുന്നത്. എൻ്റെ വിശ്വാസം സ്വീകാര്യമാകണമെങ്കിൽ എൻ്റെ അയൽവാസിയുടെ മനോനിലയിൽ കൃത്യമായി ഊഷ്മളമായൊരു ബന്ധത്തെ രേഖപ്പെടുത്താൻ എനിക്ക് സാധിക്കണമെന്നതാണ്. തെറ്റിദ്ധാരണയുടെയും മറ്റുമൊക്കെ പേരിലുള്ള കാര്യങ്ങളല്ല പറയുന്നത്. അങ്ങനെ ഒരു നല്ലൊരു ബന്ധം നമ്മൾ നമ്മുടെ കൂടെ താമസിക്കുന്ന, സമീപത്ത് താമസിക്കുന്ന ആളുകളുമായി ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അയൽവാസികൾ എന്ന് പറയുന്ന 3 ഗണത്തിലാണ്. എന്താണ് ഈ 3 വിഭാഗമെന്ന് പറയുന്നത്? മറ്റു മതക്കാരനായ അയൽവാസി, അതേപോലെ തന്നെ മുസ്ലിമായ അയൽവാസി, മുസ്ലിമും ബന്ധുവുമായിട്ടുള്ള അയൽവാസി. ഈ 3 വിഭാഗത്തോടെ നമ്മൾ ഏറെയും വലിയ ബന്ധം കാത്തു സൂക്ഷിക്കേണ്ട ആളുകളാണ്, ഏത് തരക്കാരനാണ് എങ്കിലും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവിധ സന്ദർഭങ്ങളിൽ പറഞ്ഞതായി വന്നിട്ടുള്ള ഹദീസ് വചനങ്ങളിൽ ഇങ്ങനെ നമുക്ക് കാണാം, മൻ അഗ്ലക ബാബഹു ദൂന ജാരിഹി മഖാഫത്തൻ അലാ അഹ്ലിഹി വമാലിഹി, ആരാണോ തൻ്റെ വാതിലുകൾ അയൽവാസിയായ ആളുകളെ ഭയന്നുകൊണ്ട് തൻ്റെ മുതലും തൻ്റെ കുടുംബത്തിനുമൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് ഭയന്ന് ആര് വാതിലടച്ച് കളഞ്ഞവോ ഫലൈസ ദാലിക ബിമുഅ്മിൻ, അവൻ വിശ്വാസിയാവില്ല എന്നാണ് പറയുന്നത്. എൻ്റെ ഗ്രാനൈറ്റിൽ ചെളിയാക്കി കളയും, എൻ്റെ വില കൂടിയിട്ടുള്ള ഫർണിച്ചറുകളിലൊക്കെ ആ കുട്ടികൾ വന്ന് ഇരുന്ന് കളയും. അങ്ങനെ എന്തെങ്കിലുമൊക്കെയുള്ള വസ്തുക്കളെയൊക്കെ ഭയന്ന്, അയൽവാസിയുടെ ശല്യം ഭയന്ന ഒരാൾ അയാൾക്ക് നേരെ വാതിൽ കൊട്ടിയടക്കുന്നുണ്ട് എങ്കിൽ ആ ശീലം അയാൾ ഉപേക്ഷിക്കാത്തിടത്തോളം കാലം അയാൾ വിശ്വാസിയാവില്ല എന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു വലിയ ബന്ധത്തെ കൃത്യമായി പറയുകയാണ്. മറ്റൊന്ന് പ്രവാചകൻ പറഞ്ഞത്, വൈദാ അസാബഹു ഖൈറുൻ ഹനഅത്തുഹു, ഒരു നന്മയുണ്ടായി, ഒരു നല്ല കാര്യമുണ്ടായി ഉണ്ടായാൽ, ഒരു നന്മ എൻ്റെ അയൽവാസിക്ക് ഉണ്ടായാൽ അതിൻ്റെ പേരിൽ അയാൾ അഭിനന്ദിക്കുക എന്നതാണ്. കലവറയില്ലാതെ അയൽവാക്കത്തെ കുട്ടി പരീക്ഷയിൽ ഫുൾ A+ വാങ്ങി ജയിച്ചു എന്നറിഞ്ഞാൽ നമ്മുടെ കുട്ടിക്ക് ഒരു പക്ഷേ ഫുൾ A+ ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷെ അതിൻ്റെ പേരിൽ ഒരു അഭിനന്ദനം നേരാൻ, ഒരു ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ നമുക്ക് നമ്മുടെ മനസ്സ് വിശാലമാകേണ്ടതുണ്ട്. അതേപോലെ തന്നെ വൈദാ അസാബത്തുഹു മുസീബത്തൻ അസൈത്തുഹു, ഒരു പ്രയാസമുണ്ടായാൽ, രോഗമാകാം, ആക്സിഡൻ്റ് ആകാം, മറ്റ് പ്രകൃതി ക്ഷോഭങ്ങളാകാം, എന്തുമായിക്കൊള്ളട്ടെ, എൻ്റെ അയൽവാസിക്കൊരു ക്ഷീണമാണ് എന്നറിഞ്ഞാൽ ആ അവസ്ഥ അറിയുന്ന ഘട്ടത്തിൽ അയാളെ ആശ്വസിപ്പിക്കാൻ സാധിക്കുക എന്നതാണ്. നോക്കൂ നിങ്ങൾ, നമ്മളൊക്കെ മതിലുകൾ പണിയാറുണ്ട്. ഗൾഫ് നാടുകളിലൊക്കെ പണിയുന്ന പോലെ വലിയ മതിലുകളായി കെട്ടിയുയർത്താറുണ്ട്. ഒരു രാജ്യത്തെയും കോപ്പി അടിക്കാൻ നമുക്കൊരു അവകാശമില്ല. അള്ളാഹുവിൻ്റെ റസൂൽ എന്താണോ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ആ മര്യാദകൾ പാലിക്കുക എന്നതാണ്. ആ വിഷയത്തിൽ നമുക്ക് കാണാം, പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, വലാ തസ്തീലുൽ ബിൽ ബുനിയാൻ, നീ നിൻ്റെ അടുപ്പുകൾ പൊക്കിക്കെട്ടരുത്. ഏതുപോലെ? ഫതഹജബു അൻഹു റീഹ ഇല്ലാ ബിഇദ്നി, അയൽവാസിക്ക് അവൻ്റെ ശുദ്ധവായു തടയുമാറ്, അവൻ്റെ വായു സഞ്ചാരത്തെ തടയുമാറ് വലിയ മതിലുകളായി നിൻ്റെ മതിലുകൾ പൊക്കിക്കെട്ടരുത് അവൻ്റെ അനുവാദമില്ലാതെ. ഏതെങ്കിലും സാഹചര്യത്തിൽ അങ്ങനെ കെട്ടേണ്ടി വരികയാണെങ്കിൽ ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മൾ പഞ്ചായത്തിൽ നിന്നും അല്ലെങ്കിൽ ടൗൺ പ്ലാനിങ്ങിൽ നിന്നൊക്കെ അനുവാദം വാങ്ങുന്നതിന് മുമ്പായി അയൽവാസിയുടെ അനുവാദം വാങ്ങിയെടുക്കണമെന്നതാണ്. എത്ര മര്യാദകളാണ് ഈ പറയുന്നത്.
ഈ സംഗതികളൊക്കെ നിങ്ങളും ഞാനുമൊക്കെ പാലിക്കുകയാണ് എങ്കിൽ നമ്മുടെ അയൽവക്കം കിട്ടാൻ ആളുകൾ ആഗ്രഹിക്കും. അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു. ജൂതനായൊരു മനുഷ്യൻ തൻ്റെ സ്ഥലം വിൽക്കുന്ന സമയത്ത് അയാൾ നാട്ടിലെ മാർക്കറ്റ് വിലയിൽ നിന്നും ഇരട്ടിക്കിരട്ടിയുമായി പറഞ്ഞു. അത് വാങ്ങാൻ വന്ന ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് ഈ ഭൂമിക്ക് ഇത്രയും വില എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നത് എൻ്റെ അയൽവാസി ഒരു മുസ്ലിമാണ് എന്നതാണ്. ഭൂമിയുടെ വിലയും എൻ്റെ അയൽപ്പക്കം കൂടി ഞാൻ നിനക്ക് തരുകയാണ്, അതിനുള്ള വിലയും കൂടിയാണ് ചോദിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് എന്തായിരിക്കും നമ്മുടെ അയൽവക്കത്തുള്ളവർ വിചാരിക്കുക എന്ന് വെറുതെ ഒന്ന് മനസ്സിൽ കണ്ടു നോക്കൂ. നിങ്ങൾ മറ്റൊരു ഉപദേശത്തിൽ കാണാവുന്നതാണ്, നീ നിൻ്റെ അടുക്കളയിൽ നീ ചെയ്യുന്ന പാചകം ചെയ്യുന്നതിൻ്റെ മണം, അതുകൊണ്ട് നീ നിൻ്റെ അയൽവാസിയെ ഉപദ്രവിക്കരുത്. എന്താണ് പദപ്രയോഗം? വലാത്തുഅദീഹി എന്നാണ്, ഉപദ്രവിക്കരുത്. നമ്മുടെ അടുക്കളയിൽ നമ്മൾ മട്ടനും ബീഫും അതേപോലെ ചിക്കനുമൊക്കെ കരിക്കുകയും പൊരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ മണം നമുക്ക് തടഞ്ഞു നിർത്താൻ സാധ്യമല്ല. അത് അയൽവക്കത്തേക്ക് ഉറപ്പായും ചെല്ലും. അവിടുത്തെ കുട്ടികളത് ആഗ്രഹിക്കും. ആ ആഗ്രഹം ഈ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്നതാണ്. അധ്യാപകർ കുട്ടികളുടെ മുമ്പിൽ വച്ച് ഭക്ഷണം കഴിക്കരുത്, കുട്ടികൾക്ക് കൊടുക്കാതെ എന്ന്. അതിവിടുത്തെ ബാലാവകാശ കമ്മീഷൻ വിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് വരും. 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള സംഗതിയാണ് നമ്മളീ പറയുന്നത്. നിങ്ങളത് സൂക്ഷിക്കണമെന്നത് പ്രവാചകൻ പറഞ്ഞതായി അബൂദർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. ഇദാ തബഖ്ത മിർഖത്തൻ ഫക്സിർ മാഅഹ വതആഹുദ് ഇലാ ജിറാനിക്. നീ കറി പുതിയതായി നല്ല കറികൾ നീ പാചകം ചെയ്യുകയാണ് എങ്കിൽ അതിൽ വെള്ളം കൂട്ടിയിട്ടാണെങ്കിലും അയൽവാസിക്ക് നീ കൊടുക്കണമെന്നത്. എന്നാലോചിച്ച് നോക്കൂ, എന്തെല്ലാം മര്യാദകളാണ് ഈ പറയുന്നത്. ഈ സംഗതികളൊക്കെയും നമ്മൾ പലപ്പോഴും മറന്നു പോവുകയാണ്, അല്ലെങ്കിൽ അറിഞ്ഞിട്ട് നമ്മൾ അറിയാതെ പോവുകയാണ്. രണ്ടായാലും നമ്മൾ ആ ബാധ്യതകൾ നിർവഹിക്കുന്നില്ല എന്നതാണ്. അതൊക്കെയും കൃത്യമായി പാലിക്കാൻ സാധിക്കേണ്ടതുണ്ട്. എന്നാൽ മതത്തിൻ്റെ പേരിൽ ഒന്നാലോചിച്ച് നോക്കൂ, മതം എന്നുള്ളത് ഇന്നൊരു കലാപത്തിൻ്റെ ഒരു കാരണമായി ആളുകൾ തെറ്റിദ്ധരിക്കുകയാണ്. എന്തിനാണ് അങ്ങനെ ഒരു സംഗതി കൊണ്ടുവരേണ്ടത്? മതങ്ങൾ പറയുന്നത് മരണാനന്തരമുള്ള ജീവിതത്തിൻ്റെ വിജയത്തെ സംബന്ധിച്ചാണ്. അങ്ങനെയാണ് എങ്കിൽ ഒരു മതത്തിൻ്റെ ആളുകൾക്ക് മറ്റൊരാളെ വെറുക്കാൻ കഴിയില്ല. കാരണം പരലോകത്തിന് സമാധാനം ബോധിപ്പിക്കേണ്ടി വരും. ഇസ്ലാമികമായ തുറന്ന സമീപനം അങ്ങനെയാണ്. മതത്തിൻ്റെ പേരിൽ കലഹിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഇസ്ലാം വളരെ കൃത്യമായി പറയുന്നത്. അസ്ബിയത്തിനെ പറ്റി പറയുന്നത്, വർഗീയതയെപ്പറ്റി പറഞ്ഞെടുത്ത് പറഞ്ഞു. ആരാണ് വർഗീയതയിലേക്ക് ക്ഷണിച്ചവൻ, അതിനുവേണ്ടി യുദ്ധം ചെയ്തവൻ, അതിനുവേണ്ടി മരിച്ചവൻ, അവരൊന്നും എന്നിൽപ്പെട്ടവനല്ല എന്നതാണ്. അപ്പോൾ അന്യായമായ ഇത്തരം തീരുമാനങ്ങളും ഇത്തരം വികാര പ്രക്ഷോഭങ്ങളും ഇസ്ലാമിന് ബന്ധമില്ല. ഇസ്ലാമിൻ്റെ തുറന്ന സമീപനം ലാ ഇക്റാഹ ഫിദ്ദീൻ, ഈ മതത്തിലൊരു ബലാത്കാരമില്ല. കത്തബയ്യനു റുഷ്ദു മിനൽ ഗൈ, എന്തുകൊണ്ട് ബലാത്കാരമില്ല? സന്മാർഗം ദുർമാർഗത്തിൽ നിന്ന് വളരെ വ്യക്തമായി വേർതിരിഞ്ഞിരിക്കുന്നു. രണ്ടും വ്യക്തമാണ്. ഇനി ഒരാൾക്ക് എന്ത് തിരഞ്ഞെടുക്കണമെന്നത് അയാളുടെ തീരുമാനമാണ്. നിർബന്ധം കൊണ്ട് അല്ലെങ്കിൽ ഒരാളെ നിർബന്ധിച്ചുകൊണ്ട് ഇന്നത് തിരഞ്ഞെടുക്കേണ്ടി വന്നു എന്നുള്ള ഒരു പ്രയാസം ഒരാൾക്കും പറയേണ്ടി വരരുത്. എൻ്റെ ഭാഗ്യവും എൻ്റെ നിർഭാഗ്യവും ഞാൻ തന്നെ തിരഞ്ഞെടുത്തതാണ് എന്ന് നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ അയാൾക്ക് പറയാൻ കഴിയണം. അതാണ് ഇസ്ലാമികമായ സമീപനം. അങ്ങനെ മതത്തിൻ്റെ പേരിൽ വ്യത്യസ്തങ്ങളായി നിൽക്കുന്ന ആളുകളോട് നിങ്ങൾ മര്യാദകൾ പാലിക്കണം. എത്ര കൃത്യമായിട്ടാണ് ഖുർആൻ അത് പറയുന്നത്. 60-ാമത്തെ അധ്യായം മുംതഹിന എന്നാണ് അധ്യായത്തിൻ്റെ പേര്. ആ അധ്യായത്തിലെ 8-ാമത്തെ വചനം, ലാ യൻഹാക്കുമുല്ലാഹ്, അല്ല നിങ്ങളോട് വിരോധിക്കുന്നില്ല, അനില്ലദീന ലം യുഖാതിലൂക്കും ഫിദ്ദീൻ, മതത്തിൻ്റെ പേരിൽ നിങ്ങളുമായി യുദ്ധം ചെയ്യാത്ത ആളുകൾ, വലം യുഖ്രിജൂക്കും മിൻ ദിയാരിക്കും, ആ പേര് കൊണ്ട് തന്നെ നിങ്ങളെ നിങ്ങളുടെ വീടുകളിൽ നിന്നും ആട്ടി ഓടിക്കാത്ത ആളുകൾ, അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം, അവർക്ക് നിങ്ങൾ നന്മ ചെയ്യണമെന്നും അവരോട് നീതിയിൽ വർത്തിക്കുന്നതും പടച്ചവൻ ഒരിക്കലും വെറുക്കുന്നില്ല, വിരോധിക്കുന്നില്ല. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിത്തീൻ,
അങ്ങനെ നീതി പാലിക്കുന്നവരെയാണ് അള്ളാഹുവിന് ഇഷ്ടം. ആ രീതിയിൽ എല്ലാ മനുഷ്യരോടുമുള്ള നമ്മളുടെ കൃത്യമായ സമീപനങ്ങൾ, മര്യാദകൾ ജീവിതത്തിൽ കൃത്യമായി പാലിച്ചുകൊണ്ട് ജീവിക്കാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കുക. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന അസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.